ലാരിങ്സ്, വോയിസ് ബോക്സ് അവിടം വരെ വരുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും, പിന്നെ ബാക്കി ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റും. സോ റെസ്പിറേറ്ററി ട്രാക്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റും. വോയിസ് ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ അതിനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. ഇപ്പം റൈനൈറ്റിസ്, ജലദോഷം, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, ഇതിനെല്ലാം നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വന്ന ട്രക്കിയൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ആസ്മ, അങ്ങനെ അതെല്ലാം ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനാണ്. അതാണ് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് അനാറ്റമിക്കലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ ഫങ്ഷൻ വഴി റെസ്പിറേറ്ററി ട്രാക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം നോസ് ടു ലാരിങ്സ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ട്രക്കിയ ടു ലങ്സ്, ട്രക്കിയ ഓൺവേർഡ്. ഇനി നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഫങ്ഷൻ അനുസരിച്ച്, സോ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഫങ്ഷൻ എന്താ? നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ എടുത്ത് ലങ്സിലെത്തിക്കുക, ലങ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ഡിയോക്സിനേറ്റഡ് എയർ എടുത്ത് പുറത്ത് കളയുക. സോ അതിന് നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കണ്ടക്റ്റിംഗ് പോർഷനും റെസ്പിറേറ്ററി പോർഷനും. കണ്ടക്റ്റിംഗ് പോർഷൻ എന്ന് വെച്ചാൽ അതിന്റെ ഫങ്ഷൻ എയർ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. സോ നമ്മുടെ നോസ്, എവിടെ തൊട്ടാൽ നോസ് നേസൽ ക്യാവിറ്റി വഴി എയർ ഫാരിങ്സിലെത്തി, ലാരിങ്സിലെത്തി, ട്രക്കിയ, പിന്നെ ചെറിയ ചെറിയ ബ്രോങ്കയിലെത്തി, അവസാനമുള്ള ബ്രോങ്കൈ നിങ്ങൾ അനാറ്റമിയിൽ പഠിച്ചു കാണും അല്ലെങ്കിൽ പഠിക്കും, ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ എത്തും. സോ അതിൽ അപ്പർ റെസ്പിറേറ്ററിയും ലോവർ റെസ്പിറേറ്ററിയും ഉണ്ട്. പക്ഷെ എന്താണ്, എയർ കണ്ടക്ട് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എയറിനെ പാസ് ചെയ്യത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ആ പോർഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ പേരാണ് കണ്ടക്റ്റിംഗ് പോർഷൻ. നെക്സ്റ്റ് റെസ്പിറേറ്ററി പോർഷൻ. സോ അവിടെയാണ് നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഏതൊക്കെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. സോ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഏത് പോർഷനിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് നടക്കുന്നത്, അതിന്റെ പേരാണ് റെസ്പിറേറ്ററി പോർഷൻ. ആൻഡ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ എയർവേ കോൾഡ് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ ആൻഡ് alveolar duct as well as alveolar tract and alveoli. So അതാണ് നമുക്ക് ഇതാണ് alveoli. സോ alveolar tract alveoli-ലെല്ലാമാണ് നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. സോ അതാണ് രണ്ട് പോർഷൻസ്, കണ്ടക്റ്റിംഗ് പോർഷനും റെസ്പിറേറ്ററി പോർഷനും. സോ എന്താണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്? എവിടെ തൊട്ട് എവിടെ വരാം? നോസ് ടു ലാരിങ്സ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. ഇനി നമ്മൾ പറഞ്ഞത് നോസിൽ നിന്ന് എയർ എടുത്ത് ഫാരിങ്സ് വഴി, ലാരിങ്സ് വഴി, വിൻഡ് പൈപ്പ്, അതാണ് ട്രക്കിയ, ട്രക്കി വഴി ബ്രോങ്കൈയിലെത്തി. അതിൽ ബ്രോങ്കൈ നമുക്ക് കുറെ ഡിവിഷൻ ഉണ്ട്, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെറിഷറി ബ്രോങ്കൈ, അങ്ങനെ. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ബ്രോങ്കിയോൾസ് ആകും. ആ ബ്രോങ്കിയോൾസ് ലാസ്റ്റ് എത്തുമ്പോൾ ടെർമിനൽ ബ്രോങ്കിയോൾ, അവിടം വരെ എയർ കണ്ടക്ട് ചെയ്യത്തേ ഉള്ളൂ. ആ പോർഷന്റെ പേരാണ് കണ്ടക്റ്റിംഗ് പോർഷൻ. അത് കഴിഞ്ഞ് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ, ആൽവിയോളായി, ആൽവിയോളാർ ഡക്ട്, ആൽവിയോളാർ സാക്, അവിടെയാണ് ഓക്സിജനും. സോ ആ ലങ്സിന്റെ ഏറ്റവും അറ്റത്തുള്ള പോർഷനിലാണ്, അല്ലെങ്കിൽ ലങ്സിന്റെ ഏറ്റവും ഉള്ളിലുള്ള പോർഷനിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതാണ് റെസ്പിറേറ്ററി സോൺ. സോ ഇനി ഏതൊക്കെയാണ് റെസ്പിറേറ്ററി ഇവന്റ്? ലങ്സിന്റെ വേറൊരു പേരാണ്, ആരാണ് ഒരു പൾമണോളജിസ്റ്റ്? ലങ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. അപ്പൊ ലങ്സിന്റെ വേറൊരു പേരാണ് പൾമണറി, പൾമോൺ. സോ റെസ്പിറേറ്ററി ഇവന്റിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൾമണറി വെന്റിലേഷൻ. സോ എന്താണ് പൾമണറി വെന്റിലേഷൻ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ, അതിന്റെ പേരാണ് പൾമണറി വെന്റിലേഷൻ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി.
ഇനി നമുക്ക് രണ്ട് ടേം ഉണ്ട്, എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇന്റേണൽ റെസ്പിറേഷനും. സോ എന്താണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ? സോ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഗ്യാസ് എക്സ്ചേഞ്ച് എവിടെട്ടാ, ലങ്സും എൻവയോൺമെന്റും. സോ എയർ ഓക്സിജൻ വന്ന് ലങ്സിലോട്ട് കയറും, ലങ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് എൻവയോൺമെന്റിൽ ട്രാൻസ്ഫർ ചെയ്യും. ആ റെസ്പിറേഷന്റെ പേരാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓർ എൻവയോൺമെന്റ്. നമ്മൾ എടുക്കുന്ന ശ്വാസം ലങ്സിലെത്തി, നമ്മൾ എടുക്കുന്ന ഓക്സിജൻ ലങ്സിലെത്തും, ലങ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകും. അതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. അല്ലാതെ മൂക്കിൽ മാത്രമല്ല, ഇനി ലങ്സിൽ എത്തുന്നതിന് വരെയുള്ളതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇനി എന്താണ് ഇന്റേണൽ റെസ്പിറേഷൻ? സോ റെസ്പിറേഷൻ രണ്ട് തരമുണ്ട്, എക്സ്റ്റേണലും ഇന്റേണലും. നമ്മൾ ഈ എടുത്ത ഓക്സിജൻ അത് ബ്ലഡിലൂടെ ഓരോ സെൽസിലും എത്തും, അല്ലെങ്കിൽ ഓരോ ഓർഗനിലും എത്തും. സെൽസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡ് തിരിച്ചെടുക്കും. ആ റെസ്പിറേഷന്റെ പേരാണ് ഇന്റേണൽ റെസ്പിറേഷൻ. സോ നമുക്ക് രണ്ട് തരം റെസ്പിറേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇന്റേണൽ റെസ്പിറേഷനും. സോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ എന്താണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ? എൻവയോൺമെന്റ് ടു ദ ലങ്സ്. ഇന്റേണൽ റെസ്പിറേഷൻ blood to cells, cells to blood to the cell. അതാണ് ടു ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ, ഇന്റേണൽ റെസ്പിറേഷനും എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇത് റെസ്പിറേഷൻ. ഇനി റെസ്പിറേറ്ററി മൂവ്മെന്റ് ഏതൊക്കെയാ? സോ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ ആൽവിയോളൈ ആൻഡ് ദ പൾമണറി കാപ്പിലറി, അല്ലെങ്കിൽ ലങ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്. ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ സിസ്റ്റമിക്, ഓരോ ഓർഗനിൽ എത്തുന്ന സിസ്റ്റമിക് കാപ്പിലറി ആൻഡ് ടിഷ്യൂ സെൽ, സെല്ലും ബ്ലഡും. അതാണ് ഇന്റേണൽ. എക്സ്റ്റേണൽ നമ്മൾ എയർ എടുത്ത് ആൽവിയോളായി എത്തി, ആൽവിയോളയിൽ നിന്ന് അതിന്റെ കാപ്പിലറിയിലോട്ട് പോകുന്നു, തിരിച്ച് പൾമണറി കാപ്പിലറിയിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. അതാണ് രണ്ട് തരം റെസ്പിറേഷൻ. ഇനി രണ്ട് തരം റെസ്പിറേറ്ററി മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷന് രണ്ട് ഫേസ് ഉണ്ട്. അതാണ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ. ഇൻസ്പിറേഷനും ഇൻഹലേഷനും ഒന്നാ, നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കുന്നത്. അതാണ് ഇൻഹലേഷൻ ഓർ ഇൻസ്പിറേഷൻ. ദെൻ എക്സ്പിറേഷൻ ഓർ എക്സലേഷൻ, നമ്മൾ ശ്വാസം പുറത്തോട്ട് പോകുന്നത്. അതാണ് എക്സലേഷൻ ഓർ എക്സ്പിറേഷൻ. സോ എന്താണ് ഇൻസ്പിറേഷൻ? ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്പിറേഷൻ ഒരു ആക്റ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എനർജി വേണം. ആക്റ്റീവ് മീൻസ് എനർജി. നമ്മൾ ആ ഗ്യാസ് ട്രാൻസ്പോർട്ടിൽ കണ്ട് ആക്റ്റീവും പാസീവും. ആക്റ്റീവ് എന്ന് വെച്ചാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. സോ ഇൻഹലേഷൻ, നമ്മൾ ശ്വാസം എടുക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. ആൻഡ് ദാറ്റ് റിക്വയർ ഇൻപുട്ട് ഓഫ് എനർജി. ആൻഡ് ദ ഡയഫ്രം. എന്താണ് ഡയഫ്രം എന്നറിയാമോ? എന്താണ് ഡയഫ്രം? എനിവൺ ആൻസർ? എന്താണ് ഡയഫ്രം? സോ നമ്മുടെ ബോഡിയിൽ ഒരു മസിലാണ് ഡയഫ്രം. നമ്മുടെ ചെസ്റ്റിനെയും അബ്ഡോമനെയും തമ്മിൽ വേർതിരിക്കുന്ന, ഒരു പാർട്ടീഷൻ ചെയ്യുന്ന ഒരു മസിലാണ് ഡയഫ്രം. സോ ഡയഫ്രം ഇസ് എ ഡോം ഷേപ്ഡ്, ഒരു ഡോമിന്റെ ഒരു മുകൾ പൊങ്ങിയിരിക്കുന്ന ഒരു ഡോം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പള്ളിയിലെ ഒക്കെ മുകുടം. സോ അതേപോലത്തെ ഒരു ഷേപ്പാണ് ഡയഫ്രത്തിന്. സോ ഡയഫ്രം ഇസ് എ ഡോം ഷേപ്ഡ് മസിൽ ദാറ്റ് സെപ്പറേറ്റ് thoracic cavity, chest and abdominal cavity. അതാണ് ഡയഫ്രം. സോ ഡയഫ്രം എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ഇൻഹലേഷൻ ചെയ്യുമ്പോൾ, സോ ഇറ്റ് റിക്വയർ ഡയഫ്രം കൺട്രാക്ട്. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. ആ കൺട്രാക്ട് ചെയ്യുന്ന ഡയഫ്രം താഴോട്ട് പോകും, മൂവിങ് ഡൗൺവേർഡ് ആൻഡ് ഫ്ലാറ്റനിങ്. ആ ഡയഫ്രത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു മസിലിന്റെ പേരാണ് ഫ്രെനിക് നെർവ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ വി ആർ ടേക്കിംഗ് ബ്രെത്ത് ഇൻസൈഡ്,
നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കുന്നതാണ് ഇൻസ്പിറേഷൻ. സോ ആ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പം ഈ ചെസ്റ്റും അബ്ഡോമനും തമ്മിൽ വേർതിരിക്കുന്ന മസിൽ കൺട്രാക്ട് ചെയ്യും. അപ്പൊ അത് താഴോട്ട് പോകും. അപ്പൊ നമ്മുടെ ഈ ചെസ്റ്റിലുള്ള സ്പേസ് അല്ലെങ്കിൽ ചെസ്റ്റിന്റെ വോളിയം കൂടും. അതാണ് ഇൻസ്പിറേഷൻ. ഇനി എന്താണ് എക്സ്പിറേഷൻ? സോ എക്സ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ പാസീവ് പ്രോസസ്. പാസീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? റിക്വയർമെന്റ്സ് ഇല്ലാത്ത, എനർജി, no need of energy. No need of energy. So expiration or exhalation is a passive process. സോ നമുക്ക് ശ്വാസം, നമ്മൾ മരിക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല ശ്വാസം പുറത്തോട്ട് പോവുക. പക്ഷെ ഇൻസ്പിറേഷൻ, നമ്മൾ ശ്വസിക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എനർജി വേണം, എക്സ്ഹലേഷന് എനർജി വേണ്ട. സോ എക്സ്ഹലേഷൻ ഇസ് എ പാസീവ് പ്രോസസ് ദാറ്റ് ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് റീകോയിൽ. സോ ലങ്സിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. ആ കൺട്രാക്ട് തിരിച്ച് വീർത്തിരിക്കുന്ന ലങ്സ് തിരിച്ച് ബാക്ക് ടു ഇറ്റ് സ്റ്റേജ്, അതാണ് റീകോയിൽ. സോ ലങ്സ് തിരിച്ച് അതിന്റെ സ്റ്റേജിൽ എത്തുമ്പോൾ അതിന്റെ പേരാണ് റീകോയിൽ പ്രോപ്പർട്ടി. മാത്രം മതി നമുക്ക് ശ്വാസം പുറത്തോട്ട് പോകാൻ. ആ സമയം ഡയഫ്രം റിലാക്സ് ചെയ്യും. ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ലങ് ആൻഡ് thoracic cage allow them to return to the normal size and shape. സോ നമുക്ക് രണ്ട് മൂവ്മെന്റ് ഉണ്ട്, ഇൻസ്പിറേഷൻ ഓർ ഇൻഹലേഷൻ ആൻഡ് എക്സ്പിറേഷൻ ഓർ എക്സലേഷൻ. സോ ഇൻസ്പിറേഷന്റെ സമയത്ത് ഡയഫ്രം എന്തായിരിക്കും? ഫ്ലാറ്റൻഡ് ആവും, കൺട്രാക്ട് ചെയ്ത് താഴോട്ട് പോകും. അതിനെയാണ് നമ്മൾ കൺട്രാക്ട് ആൻഡ് ഫ്ലാറ്റൻ ഡൗൺ. സോ ഇതിൽ നിങ്ങൾ ബോയിൽസ് ലോ, നിങ്ങൾ ബോയിൽസ് ലോ എന്ന് പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ബോയിൽസ് ലോ? കേട്ടിട്ടുണ്ട്. ബോയിൽസ് ലോ എന്താ പറയുന്നത്? ബോയിൽസ് ലോ, സോ നമ്മൾ എങ്ങനെയാ ശ്വാസം എടുക്കുന്നതെന്ന് ബോയിൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബോയിൽസ് ലോ എന്ന് വെച്ചാൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി, പ്രഷറും വോളിയവും ഓപ്പോസിറ്റ് ആയിട്ടാ. പ്രഷർ കൂടിയ വോളിയം കുറയും, വോളിയം കൂടിയ പ്രഷർ കുറയും. അതാണ് ബോയിൽസ് ലോ. സോ നമ്മൾ ശ്വാസം എടുക്കുന്നത് പുറത്തുള്ള എൻവയോൺമെന്റില, ആ എൻവയോൺമെന്റിനെക്കാളും പ്രഷർ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ, പ്രഷർ കുറയുമ്പോൾ നമ്മുടെ എയർ പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിലോട്ട് നിറയും. അതാണ് ഇൻസ്പിറേഷൻ. സോ ഈ ഡയഫ്രം താഴോട്ട് പോകും. ഡയഫ്രം താഴോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ലങ്സ് എവിടെയാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ലങ്സ് എവിടെയാ ഉള്ളത്? തൊറാസിക് ക്യാവിറ്റിയില്. സോ തൊറാസിക് ക്യാവിറ്റിയിലെ ചുറ്റും കവർ ചെയ്ത് റിബ്സ് ഉണ്ട്, അതിന് താഴെ ഡയഫ്രം. സോ ഈ ഡയഫ്രം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം താഴോട്ട് പോവും. ഈ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ റിബ്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യും. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വോളിയം എങ്ങനെ ആയിരിക്കും? കൂടും. വോളിയം എന്ന് വെച്ചാൽ ഇതിന്റെ സ്പേസ് കൂടും. സോ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിനെക്കാളും, പുറത്ത് 760 ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനേക്കാളും നമ്മൾക്ക് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. സോ പ്രഷർ കൂടിയ അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റിൽ നിന്നും എയർ നമ്മുടെ ലങ്സിലോട്ട് എത്തും. അതാണ് ഇൻഹലേഷൻ. സോ ഇൻഹലേഷൻ എങ്ങനെ ആയിരിക്കും? നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഡയഫ്രം അല്ലെങ്കിൽ ഡയഫ്രം താഴും, ചെസ്റ്റ് ക്യാവിറ്റി വലുതാകും, എക്സ്പാൻഡ് ചെയ്യും, അപ്പം പ്രഷർ കുറയും, അപ്പം പുറത്തുനിന്നുള്ള എയർ അകത്തോട്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസ്പിറേഷൻ. സോ ഇൻസ്പിറേഷൻ എന്താന്ന് മനസ്സിലായോ? എന്താണ് ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ ഒരു ആക്റ്റീവ് പ്രോസസ് ആണ് ദാറ്റ് റിക്വയർ ഇൻപുട്ട് ഓഫ് എനർജി. ഇൻസ്പിറേഷന്റെ സമയത്ത് മെയിൻ മസിൽ, ഡയഫ്രം എന്ന് വെച്ചാൽ ഒരു മസിൽ, അത് കൺട്രാക്ട് ചെയ്ത് താഴോട്ട് പോകും. കൺട്രാക്ട് ചെയ്ത് ഡൗൺവേർഡ് ആൻഡ് ഫ്ലാറ്റൻ ചെയ്യും. അപ്പൊ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലുള്ള വോളിയം സ്പേസ് കൂടും. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചും വലുതാകും. അപ്പൊ നമ്മുടെ വോളിയം കൂടുക ചെയ്യുന്നത്. പിന്നെ വേറെ ഇനി റിബ് ഉണ്ട്, റിബ്സ്. സോ തൊറാസിക് ക്യാവിറ്റി
റിബ്സ്, നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ലങ്സ് റിബ്സ് കൊണ്ടായിരിക്കും കവർ ചെയ്തേക്കുന്നത്. ആ റിബ്സും 2 തരം മൂവ്മെന്റ്, റിബ്സും എക്സ്പാൻഡ് ചെയ്യും. അത് 2 മൂവ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്ന പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ് ആൻഡ് ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റ്. സോ പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ്, തൊറാസിക് ക്യാവിറ്റിയുടെ പാർട്ട് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സോ തൊറാസിക് ക്യാവിറ്റിയുടെ പാർട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി. ക്യാവിറ്റി എന്ന് വെച്ചാൽ സ്പേസ്, അതിനകത്ത് ലങ്സും ഹാർട്ടും ഒക്കെ സിറ്റുവേറ്റ് ചെയ്തേക്കുക. സോ പുറമേ ഉള്ള ഇത് സ്റ്റേർണം, അതിന് സൈഡ് വൈസ് ബാക്കിലോട്ട് വെട്ടിബ്ര വരെ, നമ്മുടെ ബാക്ക് ബോൺ വരെ റിബ്സ് ഉണ്ട്. ഇതാണ് തൊറാസിക് ക്യാവിറ്റി. ഇതിനകത്തുള്ള സ്പേസിന്റെ പേരാണ് തൊറാസിക് ക്യാവിറ്റി. സോ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഡയഫ്രം താഴോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടുള്ള സ്പേസ് കൂടും. ഇനി തൊറാസിക് ക്യാവിറ്റി നമ്മൾ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് ആൻഡ്രോ പോസ്റ്റീരിയർ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടുള്ളതും ലാറ്ററൽ സൈഡിലോട്ടുള്ള സ്പേസും കൂടും. അതിന് 2 മൂവ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റ് ആൻഡ് പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ്. സോ ഈ റിബ് ക്യാവിറ്റിയുടെ വോളിയം കൂട്ടാൻ വേണ്ടി 2 മൂവ്മെന്റ് നമ്മുടെ റിബ്സിലുണ്ട്. അതിന്റെ പേരാണ് പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ് ആൻഡ് ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റ്. സോ എന്താണ് പമ്പ്? ഇതെന്ത് പമ്പാ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സ്ക്രീനിൽ ഈ പമ്പ് കണ്ടോ? ഇത് നമ്മുടെ സ്റ്റേണമായിട്ട് സങ്കല്പിക്കണം. അതിന്റെ ഹാൻഡില് സ്റ്റേണം എന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിന്റെ ഫ്രണ്ടിലുള്ള ബോൺ. സോ ഈ പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ്, നമ്മളിപ്പം ഈ ട്യൂബ് വെല്ലിന്റെ പമ്പൊക്കെ കാണുമ്പോൾ അത് അതിന്റെ ഹാൻഡിൽ മുകളിലോട്ട് എടുക്കുമ്പോൾ ഇത്രയും സ്പേസ് കൂടും. അതുപോലെ നമ്മൾ എയർ അകത്തോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഫ്രണ്ടിലോട്ടുള്ള സ്പേസ് കൂടും. ആ മൂവ്മെന്റിന്റെ പേരാണ് പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ്. ഇനി രണ്ടാമതൊരു മൂവ്മെന്റ് ആണ് ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റ്. സോ നമ്മൾ സാധാരണ ഒരു ബക്കറ്റിന്റെ പിടി, അതിന്റെ ഹാൻഡില് താഴോട്ട് ഇടുമ്പോൾ ആ ബക്കറ്റിലെ ബോഡിയിലിരിക്കും. അത് നമ്മളൊന്ന് കുറച്ചൊന്ന് ഉയർത്തിയ അത്രയും സ്പേസ് നമുക്ക് അവിടെ കിട്ടും. സോ അതാണ് 2 മൂവ്മെന്റ് ഉള്ളത്, പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ് ആൻഡ് ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റ്. ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ള മൂവ്മെന്റാ? വോളിയം കൂട്ടാൻ വേണ്ടി. വെരി ഗുഡ്. സോ ഇൻസ്പിറേഷൻ സമയത്ത് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. അവിടെ ഇത്രയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഡയഫ്രം താഴോട്ട് പോകും, ചെസ്റ്റ് ക്യാവിറ്റിയിലെ വോളിയം കൂടും. അപ്പം പുറത്തുനിന്നുള്ള എയർ, ഹൈ പ്രഷർ ഉള്ള എയർ ലോ പ്രഷർ ആയിട്ടുള്ള ലങ്സിലോട്ട് വരും. അതാണ് ഇൻസ്പിറേഷൻ. ഇനി എക്സ്പിറേഷൻ എന്താണെന്ന്. എക്സ്പിറേഷൻ എന്ന് വെച്ചാൽ അതൊരു പാസീവ് പ്രോസസ്സാണ്. അതിന് എനർജി ഒന്നും വേണ്ട. അത് അപ്പോഴെന്തായിരിക്കും, ഈ ഫ്ലാറ്റനായി താന്നു വന്ന ഡയഫ്രം തിരിച്ചു മുകളിലോട്ട് വരും. അപ്പൊ അവിടുത്തെ വോളിയം കുറയും. ഇനി ഈ വന്ന ലങ്സ് തിരിച്ച് അതിന്റെ കറക്റ്റ് പൊസിഷനിലോട്ട് വരും. അപ്പം റിബ്സും തൊറാസിക് ക്യാവിറ്റി എല്ലാം ചുരുങ്ങും. അപ്പം വോളിയം കുറയും. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ, പുറത്തെ അറ്റ്മോസ്ഫിയറിനേക്കാളും പ്രഷർ കൂടും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം 763, ഒരു 3 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ കൂടി. അപ്പം ഇവിടെ ഉള്ള എയർ പുറത്തോട്ട് പോകും. അതാണ് എക്സ്പിറേഷൻ. സോ അതാണ് 2 റെസ്പിറേറ്ററി മൂവ്മെന്റ്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ക്ലിയർ ആയോ എന്താണ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എന്ന്? ഇനി നമുക്ക് കുറച്ച് മസില് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇൻസ്പിറേഷൻ ഒരു എനർജി വേണ്ടുന്ന പ്രോസസ്സാണ്. അപ്പൊ കുറച്ച് മസിൽ അതിൽ ഇൻവോൾവ് ചെയ്യും. ചിലപ്പോൾ ഇതൊരു MCQ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വിച്ച് ആർ ദ പ്രൈമറി റെസ്പിറേറ്ററി ഇൻസ്പിറേറ്ററി മസിൽ. സോ പ്രൈമറി റെസ്പിറേറ്ററി മസിൽ അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി മസിലാണ് ഡയഫ്രം. സോ എന്താണ് ഡയഫ്രം? മസിൽ ദാറ്റ് സെപ്പറേറ്റ് തൊറാസിക് ക്യാവിറ്റി, ചെസ്റ്റിനെയും നമ്മുടെ അബ്ഡോമിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മസിലാണ് ഡയഫ്രം. സോ അതാണ് ഒരു പ്രൈമറി റെസ്പിറേറ്ററി മസിൽ. ഇനി
സോ ഇനി വേറൊരു മസിലുണ്ട് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ. ഈ രണ്ട് മസിലാണ് നമ്മളെ നോർമലി ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, ഇൻഹെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽ. ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. സോ എന്താണ് കോസ്റ്റ? എന്താണ് കോസ്റ്റ എന്ന് ആർക്കെങ്കിലും പറയാവോ? കോസ്റ്റ എന്ന് വെച്ചാൽ റിബ്സ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് തരം ഇന്റർകോസ്റ്റൽ, രണ്ട് റിബിന്റെ ഇടയ്ക്കുള്ള സ്പേസിന്റെ പേരാണ് ഇന്റർകോസ്റ്റൽ. സോ നമുക്ക് മസിൽ രണ്ട് തരം ഉണ്ട്, സൂപ്പർഫിഷ്യലും ഡീപ്പും. പുറമേ ഉള്ള മസിലാണ് എക്സ്റ്റേണൽ, ഉള്ളിലുള്ള മസിലാണ് ഇന്റേണൽ. സോ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുമ്പോൾ ഈ റിബ്സിന്റെ എക്സ്റ്റേണലി ഉള്ള, അതിന് കവറിങ്, ഒരു അകത്തോട്ടും ഒരു മസിൽ ഇരിപ്പുണ്ട്, പുറത്തോട്ടും ഉണ്ട്. ആ പുറമേ ഉള്ള ഇന്റർകോസ്റ്റൽ മസിലിന്റെ പേരാണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ. സോ ഇതാണ് രണ്ട് പ്രൈമറി ഇൻസ്പിറേറ്ററി മസിൽ, ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ. ഇനി നമുക്ക് ശ്വാസം നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെയാണ് അക്സസറി അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസ്പിറേറ്ററി മസിൽ. അത് നമ്മുടെ കഴുത്തിലുള്ള ചില മസില്, ചെസ്റ്റിലുള്ള മസില് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതിലൊരു മസിലിന്റെ പേരാണ് സ്റ്റേണോക്ലീഡോ മാസ്റ്റോയിഡ്, അത് കഴുത്തിലുള്ള മസില. ദെൻ സ്കെലീനി, നമ്മൾ ശ്വാസം നല്ല ഡീപ്പായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കഴുത്തൊക്കെ വലിയുന്ന പോലെ തോന്നും. സോ സ്റ്റേണോക്ലീഡോ മാസ്റ്റോയിഡ്, സ്കെലീനി. ഇനി ചെസ്റ്റിലുള്ള പെക്ട്രാലിസ് മൈനർ ആൻഡ് സെറാറ്റസ് ആന്റീരിയർ. ഇതാണ് ഫോഴ്സ്ഫുൾ റെസ്പിറേഷൻ, നമ്മൾ ശ്വാസം നല്ല ശക്തമായിട്ട് എടുക്കാനുള്ള മസിൽ. അതിനെയാണ് നമ്മൾ അക്സസറി മസിൽ അല്ലെങ്കിൽ സെക്കൻഡറി മസിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇൻസ്പിറേറ്ററി മസിൽ അല്ലെങ്കിൽ ഇൻഹലേഷൻ. ഇനി പ്രൈമറി എക്സ്പിറേഷൻ, ശ്വാസം പുറത്തോട്ട് പോകാൻ. നോർമലി ശ്വാസം പുറത്തോട്ട് പോകാൻ മസിലിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാ, പോയ ഡയഫ്രം തിരിച്ചു വരും, റീകോയിൽ ഓഫ് ലങ്. പക്ഷെ നമുക്ക് എയർ ഫോഴ്സ്ഫുള്ളി പുറത്തോട്ട് കളയണമെങ്കിൽ, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൗണ്ട് ആക്കി നമ്മൾ പുറത്തോട്ട് കളയണമെങ്കിൽ നമുക്ക് കുറച്ച് മസിൽ വേണം. അതാണ് അക്സസറി റെസ്പിറേറ്ററി മസിൽ ഫോർ എക്സ്ഹലേഷൻ. അതിലൊരു മസിലാണ്, അതിൽ നമ്മുടെ അബ്ഡോമിനൽ മസിലാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. അബ്ഡോമിനൽ മസിലാണ് റെക്ടസ് അബ്ഡോമിനിസ്, ഇന്റേണൽ ഒബ്ലീക്ക്, എക്സ്റ്റേണൽ ഒബ്ലീക്ക് മസിലൊക്കെ. ഇനി പിന്നെ ഉള്ള ഒരു ഇന്റർകോസ്റ്റൽ മസിലാണ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. ഇത്രയും മസിലാണ് നമ്മൾ ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽ. സോ നിങ്ങൾ ആ പ്രൈമറി ഇൻസ്പിറേറ്ററി മസിലും പ്രൈമറി റെസ്പിറേറ്ററി മസിൽ, ഇൻഹലേഷനും അക്സസറി ഇൻഹലേഷൻ മസിലും തറവായിരിക്കണം. പിന്നെ ഏതൊക്കെയാണ് സെക്കൻഡറി ഇൻഹലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പ്രൈമറി എക്സ്ഹലേഷൻ, നമ്മൾ ശ്വാസം പുറത്തോട്ട് പോകാൻ മസിലിന്റെ ഒന്നും ഹെൽപ്പ് വേണ്ട, പക്ഷെ ശ്വാസം ശക്തമായി ഫോഴ്സ്ഫുള്ളി പുറത്തോട്ട് പോകാൻ നമുക്ക് അക്സസറി മസിൽ വേണം. സോ അത്രയും മസിൽ പഠിക്കണം. സോ ഒന്നും കൂടെ ഞാൻ പറയാം, എന്താണ് ഇൻഹലേഷൻ? ഇൻഹലേഷൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്, ദാറ്റ് റിക്വയർ ഇൻപുട്ട് ഓഫ് എനർജി. ഇൻഹലേഷന്റെ സമയത്ത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. അപ്പം ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. പിന്നെ ഈ പമ്പ് ഹാൻഡിൽ മൂവ്മെന്റും ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റും എന്ത് ചെയ്യും? ഈ തൊറാസിക് ക്യാവിറ്റിയുടെ ഡയമീറ്റർ അല്ലെങ്കിൽ വോളിയം കൂട്ടും. ഈ പമ്പ് ഹാൻഡിൽ മൂവ്മെന്റ് ഫ്രണ്ട് ടു ബാക്ക്, അതിനെയാണ് ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെന്റ് അതിന്റെ സൈഡ് വൈസ് ലാറ്ററൽ ഡയമീറ്ററും കൂട്ടും. അങ്ങനെ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ സ്പേസ് കൂടും. ആ സമയത്താണ് നമുക്ക് പുറത്തു നിന്നും അകത്തോട്ട് എയർ വരുന്നത്. പുറമേ ഉള്ള പ്രഷർ 760 ആണ്. നമ്മുടെ ഈ വോളിയം എല്ലാം കൂടി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പ്രഷർ 757 ആണ്. അപ്പൊ ഒരു 3 മില്ലിമീറ്ററിന് കുറവ് വരും. അപ്പം ഹൈ ടു ലോ എയർ വരും. ഇനി എക്സ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഈ എയർ പുറത്തോട്ട് പോവുകയാണ്. അപ്പൊ എയർ പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ വേണം. അതെങ്ങനെ പ്രഷർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഡയഫ്രം തിരിച്ചു മുകളിലോട്ട് വരും. എക്സ്പാൻഡ് ചെയ്തതെല്ലാം കൺട്രാക്ട് ചെയ്ത് റീകോയിൽ ചെയ്യും. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറായ 760 മില്ലിമീറ്ററിനേക്കാളും 3 മില്ലിമീറ്റർ കൂടുതൽ നമ്മുടെ ബോഡിയിൽ വരും. അപ്പം ഉള്ള എയറും
പുറത്തോട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് റെസ്പിറേറ്ററി മൂവ്മെന്റ് നടക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ലോ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത ലോ ആണ് ബോയിൽസ് ലോ. ഇനി നമുക്ക് അതിനകത്ത് അറിയേണ്ടത് കുറച്ച് മസിൽ, ഇൻസ്പിറേറ്ററി മസിൽ ആൻഡ് എക്സ്പിറേറ്ററി മസിൽ. സോ ഫസ്റ്റ് മെയിൻ മസിൽ ഫോർ റെസ്പിറേഷൻ ആണ് ഡയഫ്രം. പിന്നുള്ളത് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. പിന്നെ ഇനി ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ഉള്ള മസിലാണ് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, സ്കെലീനി, സെറാറ്റസ് ആന്റീരിയർ. ഈ മസിലൊക്കെയാണ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന് വേണ്ടത്. ഇനി എക്സ്പിറേറ്ററി മസിൽ, നോർമൽ എക്സ്പിറേഷന് മസിൽ വേണ്ട, പക്ഷെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്ക് ശ്വാസം പുറത്ത് കളയണമെങ്കിൽ അബ്ഡോമിനുള്ള മസില. അതിന്റെ പേരാണ് ആന്റീരിയർ അബ്ഡോമിനൽ മസിൽ. അത് 4 എണ്ണം ഉണ്ട്. റെക്ടസ് അബ്ഡോമിനസ്, എക്സ്റ്റേണൽ ഒബ്ലീക്ക്, ഇന്റേണൽ ഒബ്ലീക്ക്, ട്രാൻസ്വേഴ്സ് മസിൽസ്. പിന്നെ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ. സോ നിങ്ങൾക്ക് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പുറത്തോട്ടാണ്, ഇന്റേണൽ കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള മസിലാണ്. ഇത്രയാണ് റെസ്പിറേറ്ററി മൂവ്മെന്റ്. ഏതൊക്കെയാ റെസ്പിറേറ്ററി മൂവ്മെന്റ്? പെട്ടെന്ന് പറഞ്ഞേ. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. സോ ഇൻസ്പിറേറ്ററി മസിൽ ആരെങ്കിലും പ്രൈമറി ഇൻസ്പിറേറ്ററി മസിലും അക്സസറി ഇൻസ്പിറേറ്ററി മസിൽ പഠിക്കണം. പ്രൈമറി എക്സ്പിറേഷന് മസിൽ വേണ്ട, അക്സസറി എക്സ്പിറേഷന് മാത്രം മസിൽ മതി. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എന്താണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്? സോ പൾമണറി എന്ന് വെച്ചാൽ എന്താ? ലങ്സ്. സോ ലങ് ഫങ്ഷൻ ടെസ്റ്റ്. So pulmonary function tests are a group of tests that measure how well your lungs work and how well the lung take in and exhale air and how efficiently they transfer oxygen into the blood. അതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ലങ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ലങ്സിന് എത്രത്തോളം എയർ അകത്തോട്ടും പുറത്തോട്ടും കളയാം, നമ്മൾ എടുക്കുന്ന എയറിൽ എത്ര ഓക്സിജൻ ബ്ലഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. ഇനി പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഓർ LFT. സാധാരണ നമ്മൾ PFT എന്നാണ് പറയുന്നത്. LFT എന്ന് വെച്ചാൽ ലങ് ഫങ്ഷൻ ടെസ്റ്റ്. പക്ഷെ നമ്മൾ LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ് LFT നമ്മൾ യൂസ് ചെയ്യാത്തത്. PFT എന്നാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. സോ എന്താണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്? ആർ യൂസ്ഫുൾ ഇൻ അസസിംഗ് ദ functional status of the respiratory system both in physiological and pathological. Normal lung condition lo disease, pathological condition എന്ന് വെച്ചാൽ disease ആയിട്ടുള്ള lung condition lo. So it is based on the measurement of എങ്ങനെ നമ്മൾ lung function test മനസ്സിലാക്കും. നമ്മുടെ lungs എത്രത്തോളം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് വോളിയം ഓഫ് എയർ, നമ്മൾ ശ്വാസം എങ്ങനെ എടുക്കുന്നു അത് നമ്മൾ പഠിക്കും. ലങ് വോളിയം ഏതൊക്കെയാണ്? വോളിയം ഓഫ് എയർ, ബ്രെത്ത് ഇൻ ആൻഡ് ഔട്ട് ഓഫ്, നോർമൽ ബ്രീത്തിങ് ആൻഡ് ഫോഴ്സ്ഡ് ബ്രീത്തിങ്. സോ എന്താണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണയായിട്ട് എത്ര എയർ എടുക്കും, നമ്മൾ ഫോഴ്സ്ഫുള്ളി എത്ര എയർ എടുക്കും, അത് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അതൊരു നോർമലുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് നമുക്ക് ക്യാരി ചെയ്യാൻ പൾമണറി ഫങ്ഷൻ ടെസ്റ്റിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് സ്പൈറോമീറ്റർ. സോ നിങ്ങൾക്ക് അറിയാം. സോ എന്താണ് സ്പൈറോമെട്രി എന്ന് വെച്ചാൽ, നമ്മുടെ ലങ് ഫങ്ഷൻ ടെസ്റ്റ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സ്പൈറോമീറ്റർ. അതിന്റെ പ്രോസസ്സിന്റെ പേരാണ് സ്പൈറോമെട്രി. സോ PFT എന്ന് വെച്ചാൽ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ആണ്. സോ ഹൗ ദ ലങ് വിൽ ബി വർക്കിംഗ്, ഹൗ വി ആർ ടേക്കിംഗ് എയർ ഇൻ ആൻഡ് ഔട്ട്, ആൻഡ് ഹൗ എഫിഷ്യന്റ്ലി ദ ട്രാൻസ്ഫർ ഓഫ് ഓക്സിജൻ ഇൻ ടു ദ ബ്ലഡ്. ആൻഡ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ആസ് സ്പൈറോമീറ്റർ. സോ ഇത് ഇമ്പോർട്ടൻറ്റ്. എന്താണ് സ്പൈറോമീറ്റർ? ഇത്രയാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് നമ്മുടെ ലങ് വോളിയം. സോ ലങ് വോളിയം ഏതൊക്കെയാണ് ലങ് വോളിയം? സോ ഫസ്റ്റ് ഒരു വോളിയം ആണ് ടൈഡൽ വോളിയം.
അല്ലെങ്കിൽ TV. എന്താണ് ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ the volume of inspired or expired air with each breath. നമ്മൾ ഒരു പ്രാവശ്യം ശ്വാസം എടുക്കും, ഇൻസ്പയർ ചെയ്യുന്ന എടുക്കുന്ന ശ്വാസമോ അല്ലെങ്കിൽ പുറത്തോട്ട് വിടുന്ന ശ്വാസമോ, ഒരു ടൈം നമ്മൾ ബ്രത്ത് ചെയ്യുമ്പോൾ എടുക്കുന്ന ശ്വാസമാണ് ടൈഡൽ വോളിയം. സോ വോളിയം ഓഫ് ഇൻസ്പയർഡ് എയർ ഓർ എക്സ്പയർഡ് എയർ വിത്ത് നോർമൽ ബ്രത്ത്. സാധാരണ നമ്മൾ ശ്വാസം നോർമലി എടുക്കുന്ന എത്ര, അതാണ് ടൈഡൽ വോളിയം. നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലാതെ നോർമലി നമ്മൾ എടുക്കുന്ന എയർ. സോ നമ്മൾ ഓരോ ബ്രത്തിലും നമ്മൾ 500 ml എയർ എടുക്കുന്നുണ്ട്, 1/2 ലിറ്റർ എയർ നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് ടൈഡൽ വോളിയം. നെക്സ്റ്റ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. സോ എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? Maximum volume that can be inspired over the inspiration of a tidal volume and normal and used during exercise or exertion. So എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? നമുക്ക് നോർമലി എടുക്കുന്നതല്ലാതെ നമുക്ക് എത്രമാത്രം എയർ ഫോഴ്സ്ഫുള്ളി അകത്തോട്ട് എടുക്കാം, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ ഇൻസ്പിറേഷൻ? Inspiration or inhalation? Intake of air from environment to lungs. സോ എത്ര എയർ നമ്മൾ എടുക്കുന്നു അതാണ് അകത്തോട്ട് എടുക്കുന്ന എയറിനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ എത്രമാത്രം മാക്സിമം എമൗണ്ട് ഓഫ് എയർ നമുക്ക് അകത്തോട്ട് എടുക്കാം, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. നെക്സ്റ്റ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ട് കളയുന്നത്. സോ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. നമ്മൾ സാധാരണ ശ്വസിച്ചിട്ട് എത്രത്തോളം എയർ മാക്സിമം പുറത്തോട്ട് കളയാം, അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഓർ ERV. സോ ഈ എമൗണ്ട് ഒക്കെ നിങ്ങൾ പഠിക്കണം. 500 ml ടൈഡൽ വോളിയം, 3100 അല്ലെങ്കിൽ 3.1 ലിറ്റർ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ 1200 ml. ഇനി റെസിഡ്യുവൽ വോളിയം. എന്താണ് റെസിഡ്യൂ? എന്താണ് സാധാരണ നമ്മൾ റെസിഡ്യൂ എന്ന് പറഞ്ഞ വേസ്റ്റ് അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്ന സാധനത്തിന്റെ പേരാണ് റെസിഡ്യൂ. സോ ദ വോളിയം ദാറ്റ് റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ മാക്സിമം എക്സ്പിറേഷൻ കനോട്ട് ബി മെഷേർഡ് ബൈ സ്പൈറോമെട്രി, അതാണ് റെസിഡ്യുവൽ വോളിയം. സോ നമ്മൾ എത്ര ശ്വാസം പുറത്തോട്ട് കളഞ്ഞാലും നമ്മുടെ ലങ്സിൽ കുറച്ച് എമൗണ്ട് ഓഫ് എയർ നിലനിൽക്കും, ആ വോളിയമാണ് റെസിഡ്യുവൽ വോളിയം. സോ ഇതാണ് 4 ലങ് വോളിയം: ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡ്യുവൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ബ്രീത്തിങ്ങിൽ ഇൻ ആൻഡ് ഔട്ട് എടുക്കുന്ന എയർ. ഇൻസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ മാക്സിമം അകത്തോട്ട് എടുക്കാം, എക്സ്പിറേറ്ററി എന്ന് വെച്ചാൽ മാക്സിമം പുറത്തോട്ട് വിടാം. റെസിഡ്യുവൽ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ലങ്സിൽ നിന്ന് പുറത്തോട്ട് പോകാതെ ലങ്സിൽ തന്നെ ഉള്ള വോളിയം, അത് ഏകദേശം 1200 ml. And which volume cannot be measured by spirometry? Residual volume. Residual volume. And how much is the amount? 1200. 1200 ml. ഇത്രയാണ് നമ്മുടെ ലങ് വോളിയം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ 500 ml. ഇനി 2.5 to 3000 വരെ. ഇനി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എത്രയായിരിക്കും? മാക്സിമം എമൗണ്ട് ഓഫ് എയർ ഒരു 3100 ml വരെ. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ 1200. റെസിഡ്യുവൽ വോളിയം എന്ന് പറയുമ്പോൾ 1200. ഇതാണ് 4 വോളിയം. ഇനി എന്താണ് കപ്പാസിറ്റി? നമുക്ക് കുറച്ച് ലങ് കപ്പാസിറ്റി പഠിക്കാനുണ്ട്. സോ നമ്മൾ ഈ വോളിയം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കപ്പാസിറ്റി. സോ എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? സോ എന്തായിരിക്കും? നമുക്ക് എത്രത്തോളം എയർ അകത്തോട്ട് എടുക്കാം, അതാണ് കപ്പാസിറ്റി. സോ അത് എന്തിന്റെ 2 വോളിയം ചേർന്നതായിരിക്കും കപ്പാസിറ്റി. നോർമലി നമ്മൾ എടുക്കുന്നത് ടൈഡൽ വോളിയം, നമ്മൾ എയർ അകത്തോട്ട് എടുത്ത്. ഇനി മാക്സിമം
വോളിയം ഓഫ് എയർ നമുക്ക് അകത്തോട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അത് രണ്ടും കൂടെ ചേരുന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. സോ IC ഈസ് ഈക്വൽ ടു IRV പ്ലസ് TV. സോ എത്ര ആയിരുന്നു IRV എത്ര? 3100. ടൈഡൽ വോളിയം TV എത്ര? 500. സോ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി നമുക്ക് എത്രത്തോളം എയർ അകത്തോട്ട് എടുക്കാം. സോ 3100 പ്ലസ് 500 3600 ml. ഇത്രയാണ് നമുക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് അകത്തോട്ട് എടുക്കാൻ പറ്റുന്ന എയർ. ഇനി എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? ഫങ്ഷൻ റെസിഡ്യൂൽ വരാം. എന്താണ് ടോട്ടൽ ലങ് കപ്പാസിറ്റിയും വൈറ്റൽ കപ്പാസിറ്റിയും? സോ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കൂടി ചേരുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും. സോ നമ്മൾ പറഞ്ഞ് റെസിഡ്യൂൽ വോളിയം അത് നമ്മൾ ലങ്സിൽ യൂസ് ചെയ്യുന്നില്ല. റെസിഡ്യൂൽ വോളിയം ഒഴിച്ച് ബാക്കിയുള്ള വോളിയത്തിന്റെ ഒരു എമൗണ്ട് ആണ് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലങ്സിലൂടെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് എയർ. സോ നമ്മൾ പറഞ്ഞ റെസിഡ്യൂൽ വോളിയം എത്ര ആയിരുന്നു? 1200. സോ 4800 ml ആണ് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി. So vital capacity is a combination of inspiratory reserve volume, tidal volume, expiratory reserve volume. So inspiratory reserve volume, tidal volume നമ്മൾ പറയുന്നതാണ് inspiratory capacity plus expiratory reserve volume. ഇതാണ് ഒരു vital capacity. ഇനി total lung capacity, അതൊരു important question ആണ്. Total lung capacity. എന്താണ് total lung capacity? The volume of lung after maximum inspiration. അത് the sum of all 4 lung volume. അതാണ് total lung capacity. അത് 6000 ml. So residual volume ആണ് ചേർന്നത്. അതാണ് total lung capacity. So നിങ്ങൾക്ക് ഇവിടെ കാണാം 3500 plus 3100 plus 1200 plus 1200. ഇത്രയും കൂടെ കൂടുമ്പോ എത്ര വരുന്നുണ്ട്? ഈ എല്ലാ ലങ് വോളിയം കൂടെ ചേർത്തിട്ട് എത്ര വരുന്നുണ്ട്? ആരെല്ലാം ആൻസർ പറഞ്ഞേ? എല്ലാ ലങ് വോളിയം കൂടെ ചേർത്തിട്ട് എത്ര വരുന്നുണ്ട്? സുർമി ഒന്ന് കുറച്ച് ഉറക്കം പറഞ്ഞു. 6000 ml or 6 liters. സോ ഈ 4 വോളിയം കൂടെ ചേരുന്നതാണ്. സോ എന്താണ് കപ്പാസിറ്റി? എല്ലാ ലങ്ങിന്റെയും വോളിയത്തിന്റെ കോമ്പിനേഷൻ ആണ് കപ്പാസിറ്റി. സോ ഈ 4 ലങ് വോളിയം കൂടെ ചേർന്നതാണ് കപ്പാസിറ്റി. സോ ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡ്യൂൽ വോളിയം. അതാണ് നമ്മുടെ ലങ്ങിന്റെ മൊത്തം കപ്പാസിറ്റി. ഇനി ഈ മൊത്തം കപ്പാസിറ്റിന്ന് റെസിഡ്യൂൽ വോളിയം കുറച്ചാൽ വരുന്നതാണ് എന്തായിരിക്കും? മൊത്തം ലങ് വോളിയത്തിൽ നിന്ന് റെസിഡ്യൂൽ വോളിയം കുറച്ചാൽ എന്ത് കിട്ടും? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ എന്ന് വെച്ചാൽ നമ്മുടെ എനർജി, നമ്മൾ എത്രത്തോളം ലങ്സിൽ നിന്ന് ഇൻ ആൻഡ് ഔട്ട് എയർ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ 6000 ml നിന്ന് 1200 ml കുറയ്ക്കണം. 1200 ml കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6000 അല്ലെങ്കിൽ 6 ലിറ്ററിൽ നിന്ന് 1.2 ലിറ്റർ കുറച്ച് എത്ര കിട്ടും? 4.8. അത് നമ്മൾ മില്ലി ലിറ്ററിലാകുമ്പോൾ 4800. അതാണ് വൈറ്റൽ കപ്പാസിറ്റി. സോ ഇതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ്ങിന്റെ കപ്പാസിറ്റി. ഇനി എന്താണ് ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി? So the volume of gas remaining in lung after normal expiration and cannot be measured by spirometry because that include residual volume. So നമ്മുടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയവും റെസിഡ്യൂൽ വോളിയവും കൂടെ ചേർന്നതാണ് ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി. എക്സ്പിറേറ്ററി റിസർവ് വോളിയം നമ്മൾ പറഞ്ഞു 1200, റെസിഡ്യൂൽ വോളിയം 1200, രണ്ടും കൂടെ ചേർന്ന് 2400. ഇത്രയാണ് നമ്മൾ ലങ് വോളിയവും ലങ് കപ്പാസിറ്റിയും.
ഇത് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സ്പൈറോമീറ്റർ. ഒരു സാധാരണ ഒരു നോർമൽ പേഴ്സന്റെ വോളിയമും കപ്പാസിറ്റിയാണ് ഇത്. ഇനി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഏത് പേഴ്സണെ അത് മെഷർ ചെയ്യുന്നത് അത് ഈ നോർമൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അതാണ് സ്പൈറോമെട്രി വഴി ചെയ്യുന്നത്. നമ്മൾക്ക് എടുക്കുമ്പോൾ ഈ എത്ര ഉണ്ട് അത് നോക്കിയാണ് സ്പൈറോമെട്രി ചെയ്യുന്നത്. So these are the lung volume and capacity, and the instrument used to measure lung volume and capacity is called as spirometer and spirometer, and that test will be called as pulmonary function test. Clear ayo pulmonary function test? Yes, ma'am. Pulmonary function test il instrument പേര് spirometer, പിന്നെ lung volume capacity. ഇനി നമ്മുടെ എത്രയാണ് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്? സോ എത്രയാണ് നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്നത്? സോ റെസ്പിറേഷൻ റേറ്റ് ഈസ് ദ ഫ്രീക്വൻസി, ഓർ റെസ്പിറേറ്ററി റേറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ബ്രീത്തിങ് ദാറ്റ് ഈസ് റെക്കോർഡഡ് ആസ് നമ്പർ ഓഫ് ബ്രെത്ത് പെർ മിനിറ്റ്. നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യും, അതാണ് റെസ്പിറേറ്ററി റേറ്റ്. സോ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് 12 to 20 അല്ലെങ്കിൽ 12 to 18 വരെ പറയാം. ഇതാണ് പിന്നെ അത് ഏജ് അനുസരിച്ച് ഡിഫറൻസ്. സോ നോർമൽ റെസ്പിറേറ്ററി ചില ടെക്സ്റ്റിൽ 14, 16. സോ 12നും 18നും ഇടയ്ക്കുള്ള ഒരു റേറ്റ്, അല്ലെങ്കിൽ 12നും 20ക്കും ഇടയ്ക്കുള്ള റേറ്റ് ആണ് നോർമൽ റെസ്പിറേറ്ററി റേറ്റ്. ഇനി അത് ഏജ് അനുസരിച്ച് ചെറിയ ഡിഫറൻസ്. കുഞ്ഞു കുട്ടികൾക്ക് ലെസ് ദാൻ 1 year respiratory rate will be 30 to 40. പിന്നെ അത് 1 to 2 year ആകുമ്പോൾ 25 to 35 ആകും. 2 to 5 years ആകുമ്പോൾ 25 to 30 ആകും. 5 to 12 ആകുമ്പോൾ 20 to 25 ആകും. 12 years above an adult between 12 to 20. That is called as respiratory rate. So what is respiratory rate? ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം റെസ്പയർ ചെയ്യും, ദാറ്റ് ഈസ് കോൾഡ് ആസ് റെസ്പിറേറ്ററി റേറ്റ്. സോ അതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, ലങ് വോളിയം, ലങ് കപ്പാസിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ലങ് വോളിയമും ലങ് കപ്പാസിറ്റിയും ഒന്നും കൂടെ ഒന്ന് നോക്കണേ. നെക്സ്റ്റ്, ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻ എന്താ? മെയിൻലി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. അതാണ് ഗ്യാസ് ട്രാൻസ്പോർട്ട്. മാം, റെസ്പിറേറ്ററി റേറ്റിന്റെ നോർമൽ വാല്യൂസ് ഒന്നുകൂടി പറയൂ. 12 to 20 നമ്മൾ സോ ഒരു അഡൽട്ടില് നോർമലി ഗ്രേറ്റർ ദാൻ 12 years, 12 വയസ്സിൽ കൂടുതൽ, ഗ്രേറ്റർ ദാൻ 12 years, ദ വാല്യൂ വിൽ ബി 12 to 20. ചില ടെക്സ്റ്റിൽ അത് 16 ആയിരിക്കും, 14 ആയിരിക്കും. സോ നമ്മളൊരു റേഞ്ച് എന്ന് പറയുന്നത് 12 to 20 അല്ലെങ്കിൽ 12 to 18 ആണ്. ഓക്കെ. ഇനി ലെസ് ദാൻ 1 year ഇറ്റ് വിൽ ബി മോർ, 30 to 40. 1 to 2 year ആകുമ്പോൾ ഓരോ 25 to 35. പിന്നെ 2 to 5 years ആകുമ്പോൾ 25 to 30. 5 to 12 year ആകുമ്പോൾ 20 to 25. ഇതെല്ലാം ചിൽഡ്രനിലുള്ള നോർമൽ റേറ്റ് ആണ്. ഇനി വാട്ട് ഈസ് ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് എബോവ് 20? അതിന്റെ പേരെന്താണ്? ടാക്കിപ്നിയ. എന്തെങ്കിലും ടാക്കി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റിന്റെ പേരാണ് ടാക്കിപ്നിയ. നമ്മൾ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ടാക്കികാർഡിയ എന്ന് പറയുന്ന പോലെ ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ് ആണ് ടാക്കിപ്നിയ. TACHYPNEA. അപ്നിയ എന്ന് വെച്ചാൽ എപ്പോഴും റെസ്പിറേഷൻ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ടാക്കിപ്നിയ. Pulmonary function is lung volume, lung capacity, very very important. ഈ ഓരോ കപ്പാസിറ്റിയും വോളിയവും നിങ്ങൾ എത്രയാണെന്ന് പഠിക്കണം. ടോട്ടൽ ലങ് കപ്പാസിറ്റി 6 ലിറ്റർ അല്ലെങ്കിൽ 600 ml. റെസിഡ്യുവൽ വോളിയം 1200 ml. ഇനി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ വോളിയത്തിന്റെ കോമ്പിനേഷൻ ആണെന്നും കൂടെ പഠിക്കണം.
സോ ഇവിടെ എഴുതിയിട്ടുണ്ട് വോളി ഏതൊക്കെ വോളിയത്തിന്റെ കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് ഈസ് ഗ്യാസ് എക്സ്ചേഞ്ച് ഓർ ഗ്യാസ് ട്രാൻസ്പോർട്ട്. സോ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം, ഇതാണ് ആൽവിയോളൈ. സോ ആൽവിയോളൈയിലോട്ട് ഓക്സിജൻ വരും. ആ ഓക്സിജൻ നമ്മുടെ ലെഫ്റ്റ് എട്രിയത്തിലോട്ട് ഹാർട്ടിന്റെ അപ്പർ ചേംബറിൽ വന്ന് ലോവർ ചേംബറിൽ വന്ന് അത് ഓൾ പാർട്ട് ഓഫ് ദ ബോഡി പോകും. ഇതാണ് ഇന്റേണൽ റെസ്പിറേഷൻ. ഇവിടെത്തി ഈ ബ്ലഡ് ടിഷ്യൂലോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ സെല്ലിലോട്ട് കൊടുക്കുന്നതാണ് ഇന്റേണൽ റെസ്പിറേഷൻ. ടിഷ്യൂവിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് എടുത്ത് റൈറ്റ് സൈഡ് ഓഫ് ദ ലങ്സിൽ വന്നിട്ട് അത് ഇവിടെ ആൽവിയോളയിൽ പോകുന്നതാണ്. സോ ഇത് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. തിരിച്ചു വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടിവിടെ ലങ്സിലെത്തും. സോ അതാണ് ഗ്യാസ് എക്സ്ചേഞ്ച്. സോ എന്താ പറ്റുന്നത്? ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ലങ്സിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിനെ ഓക്സിജനേഷൻ ചെയ്യുക. പുറത്തുനിന്നുള്ള എയറിൽ നിന്ന് ഓക്സിജൻ എടുത്ത് നമ്മുടെ ബോഡി സെല്ലിനോട്ട് കൊടുക്കുക. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് വിൽ ബി സെൻഡ് ടു ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്നും അത് ഓർഗനിലോട്ട് പോകും. എല്ലാ ഓർഗനിലും പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അല്ലെങ്കിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലോട്ട് തിരിച്ചു വരും. അത് തിരിച്ച് ലങ്സിലോട്ട് പോകും. അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഓക്സിജൻ നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുപോകുന്നത് RBCയിലെ ഹീമോഗ്ലോബിൻ ആണ്. സോ അതിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഈച്ച് മോളിക്യൂൾ ഓരോ മോളിക്യൂൾ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെ കൊണ്ടുപോകാൻ പറ്റും. സോ ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ബൗണ്ട് ബൈ ഈച്ച് മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഓക്സിജനെ സെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതറിയാം, ഇതെല്ലാം ബ്ലഡാ, അതിലുള്ള ഹീമോഗ്ലോബിനിലൂടെയാണ് ഓക്സിജൻ പോകുന്നത്. സോ ഓരോ ഹീമോഗ്ലോബിനിലും 4 ഓക്സിജൻ മോളിക്യൂളിനെ, സോ അതൊരു ക്വസ്റ്റ്യനാണ്, എത്ര ഓക്സിജൻ മോളിക്യൂളിന് ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യാൻ പറ്റും? 4 മോളിക്യൂൾ. ആൻഡ് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ ഹീമോഗ്ലോബിന്റെ പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ആൻഡ് ഹീമോഗ്ലോബിൻ ദാറ്റ് ഇസ് നോട്ട് ബൗണ്ട് ടു ദ ഓക്സിജൻ ഇസ് കോൾഡ് ആസ് ഡിയോക്സി ഹീമോഗ്ലോബിൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, സോ ഇതാണ് ലങ്സിലെ ആൽവിയോളായി. ഇവിടെ ആൽവിയോളയിൽ ഓക്സിജൻ കൂടുതലായിരിക്കും, നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ കുറവായിരിക്കും. സോ ആൽവിയോളയിൽ നിന്നുള്ള ലങ്സിൽ നിന്നുള്ള ഓക്സിജൻ ബ്ലഡിലോട്ട് കൊടുക്കും. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്ത് ഇത് ഓരോ ഓർഗനിലും എത്തും. പിന്നെ താഴെ ഓരോ ടിഷ്യൂവിലും എത്തും. ഈ ടിഷ്യൂവിൽ നിന്ന് സോ ഇവിടെ എത്തുമ്പോൾ ടിഷ്യൂവിൽ ഓക്സിജൻ 20 ഉള്ളു, ബ്ലഡിൽ 95 ഉണ്ട്. സോ 95 ഓക്സിജൻ ടിഷ്യൂവിലോട്ട് വരും. ഇനി ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടുതലാണ്, 45 ഉണ്ട്, ബ്ലഡിൽ 40 ഉള്ളു. സോ ഇവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലോട്ട് കൊടുക്കും. അതാണ് നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഗ്യാസ് എക്സ്ചേഞ്ചും 2 തരം റെസ്പിറേഷനാണ്. ഏതാണ് 2 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ? ഏതൊക്കെയാ? What are the 2 type of respiration? External respiration and internal respiration. അത് തന്നെയാണ് ഗ്യാസ് എക്സ്ചേഞ്ചും. സോ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ലങ്സും അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓക്സിജൻ എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പറയും. ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡിൽ നിന്ന് സെല്ലിലോട്ട് ഓക്സിജൻ കൊടുക്കും, തിരിച്ച് സെല്ലിൽ നിന്ന് ബ്ലഡിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കും. ഇതാണ് 2 തരം റെസ്പിറേഷൻ. ഇനി ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഹീമോഗ്ലോബിന്റെ പേര് എന്താ പറയുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ, സോ ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് ഓക്സിജൻ അറ്റാച്ച് ചെയ്ത്, ഇതാണ് നോർമൽ ഹീമോഗ്ലോബിൻ. ഇനി അത് ആ ഗ്രാഫിൽ നമുക്ക് 2
നമ്മൾ ഓക്സിജൻ സാച്ചുറേഷനും ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറും വെച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇതായിരിക്കും നോർമൽ, ഒരു സിഗ്മോയിഡ്, ഒരു എസ് ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ കുറവാണെങ്കിൽ ആ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ കൂടുതൽ ഹൈ അഫിനിറ്റി, നമ്മൾ ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ നമുക്ക് ബോഡിക്ക് വിട്ടു തരത്തില്ലെങ്കിൽ അത് ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഒരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. സോ എന്താണ് ഒരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? സോ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റിവീൽ ദ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ, എത്ര ഹീമോഗ്ലോബിനിലോട്ട് എത്ര ഓക്സിജൻ അറ്റാച്ച് ചെയ്ത്, അതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നമ്മുടെ ബോഡിക്ക് ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് വിട്ടുപോകാം അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ആ കർവിന്റെ പേരാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. സോ ലോവർ ഓക്സിജന് ഹീമോഗ്ലോബിനായിട്ട് അഫിനിറ്റി കുറവാണെങ്കിൽ അത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്സിജൻ അഫിനിറ്റി കുറവാണെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ആ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു എച്ച് ഷേപ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവാണ്. സോ രണ്ട് ഇഫക്റ്റ് ഉണ്ട്, ബോർ ഇഫക്റ്റ് ആൻഡ് ഹാൽഡെയ്ൻ ഇഫക്റ്റ്. സോ എന്താണ് ബോർ ഇഫക്റ്റ് എന്ന് വെച്ചാൽ decrease in the oxygen affinity of a respiratory pigment such as hemoglobin in response to decreased blood pH resulting from increased carbon dioxide concentration. So നമ്മുടെ ഓക്സിജന്റെ ഡിക്രീസ് ഇൻ ഓക്സിജൻ അഫിനിറ്റി ഫോർ ഹീമോഗ്ലോബിൻ, അതാണ് പറയുന്നത് ബോർ ഇഫക്റ്റ്. ഹീമോഗ്ലോബിന് ഓക്സിജന്റെ അഫിനിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്നത് കുറവ്, ആ ഇഫക്റ്റിന്റെ പേരാണ് ബോർ ഇഫക്റ്റ്. ഇനി ഹാൽഡെയ്ൻ ഇഫക്റ്റ്, ഡിക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് അഫിനിറ്റി ഓഫ് ദ ഹീമോഗ്ലോബിൻ ഇൻ റെസ്പോൺസ് ടു ഇൻക്രീസ്ഡ് ബ്ലഡ് പി എച്ച് കൂടുമ്പോൾ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻ ദ ബ്ലഡ്. അതിനെയാണ് നമ്മൾ ഹാൽഡെയ്ൻ ഇഫക്റ്റ്. സോ രണ്ട് ഇഫക്റ്റ് ഉണ്ട്, ബോർ ഇഫക്റ്റും ഹാൽഡെയ്ൻ ഇഫക്റ്റും. സോ പി എച്ച് കുറയുമ്പോൾ ഉള്ള ഇഫക്റ്റിനെയാണ് നമ്മൾ ബോർ ഇഫക്റ്റ് എന്നും പി എച്ച് കൂടുമ്പോൾ ഉള്ള ഇഫക്റ്റ് ആണ് ഹാൽഡെയ്ൻ ഇഫക്റ്റ്. സോ ബോർ ഇഫക്റ്റ് നമ്മുടെ ടിഷ്യൂലാണ് നടക്കുന്നത്, ഹാൽഡെയ്ൻ ഇഫക്റ്റ് നമ്മുടെ ലങ്സിലാണ് നടക്കുന്നത്. സോ ബോർ ഇഫക്റ്റ് ഉള്ളപ്പം ഓക്സിജൻ റിലീസ് ചെയ്യും, എന്തെന്ന് വെച്ചാൽ അഫിനിറ്റി കുറവ്. ഹാൽഡെയ്ൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ അഫിനിറ്റി കൂടുതലായിരിക്കും, ഇറ്റ് വിൽ നോട്ട് റിലീസ് ദ ഓക്സിജൻ. ഇതാണ് രണ്ട് ഇഫക്റ്റ്. ആൻഡ് ബോർ ഇഫക്റ്റ് ഫെസിലിറ്റേറ്റ് റിലീസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് പുറത്തോട്ട് വരും. ഹാൽഡെയ്ൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനിലോട്ട് ബൈൻഡ് ചെയ്യും. അതാണ് രണ്ട് ഇഫക്റ്റ്, ബോർ ഇഫക്റ്റും ഹാൽഡെയ്ൻ ഇഫക്റ്റും. ഇനി നമ്മൾ റെസ്പിറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? സോ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെഡുല്ലയും പോൺസും ആണ്. സോ നമ്മൾ ഓട്ടോമാറ്റിക് ബ്രീത്തിങ് is generated by rhythmicity center in the medulla oblongata and pons. So നിങ്ങൾക്ക് ഇവിടെ കാണാം റെസ്പിറേറ്ററി സെന്റേഴ്സ്. സോ മെഡുല്ലയും പോൺസ് എന്ന് എല്ലാം നമ്മുടെ ബ്രെയിനിലുള്ള ഓരോ ഏരിയ ആണ്. സോ റെസ്പിറേറ്ററി കൺട്രോൾ സെന്റർ ഇൻ ദ മെഡുല്ല ആൻഡ് പോൺസ്. സോ മെഡുല്ലയിലുള്ള സെന്ററിന്റെ പേരാണ് ഡോർസൽ ഇൻസ്പിറേറ്ററി സെന്ററും. സോ ഇതാണ് ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും. ഡോർസൽ എന്ന് വെച്ചാൽ പുറകോട്ടിരിക്കും, വെൻട്രൽ മുൻപോട്ട്. സോ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസ്പിറേഷൻ, നമുക്ക് ആക്റ്റീവ് ഇൻസ്പിറേഷൻ നമ്മുടെ ബോഡിയിലും എയർ അകത്തോട്ട് എടുക്കുമ്പോഴാണ് ഒരു ഇൻസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി സെന്റർ ആണ് മെഡുല്ലയിലുള്ള ഡോർസൽ റെസ്പിറേറ്ററി സെന്ററും. വെൻട്രൽ റെസ്പിറേറ്ററി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെന്റർ ആണ് വെൻട്രൽ റെസ്പിറേറ്ററി സെന്റർ. ഇനി പോൺസിലുള്ള സെന്റർ, പോൺസിൽ രണ്ട് സെന്റർ ഉണ്ട്, ന്യൂമോടാക്സിക് സെന്റർ ആൻഡ് അപ്ന്യൂസ്റ്റിക് സെന്റർ. ഇത് നമ്മുടെ ബ്രത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന
ഋതം ഒക്കെ കറക്റ്റ് ആക്കുന്ന ഒരു സെന്ററാണ് പോൺസിലുള്ള ന്യൂമോടാക്സിക് സെന്ററും അപ്ന്യൂസ്റ്റിക് സെന്ററും. സോ ഇതാണ് 2 സെന്റർ. ഇനി നമ്മുടെ റെസ്പിറേഷൻ എങ്ങനെ ഇതൊക്കെ അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സോ നമ്മുടെ ബോഡിയിലുള്ള pH അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയോ കുറയോ ചെയ്താൽ അത് ഓരോ സിഗ്നലായിട്ട് ഈ ബ്രെയിനിലെത്തും. അതിന് ചെയ്യുന്ന 2 റിസപ്റ്റേഴ്സ് ആണ് കീമോ റിസപ്റ്റേഴ്സും ബാരോ റിസപ്റ്റേഴ്സും. സോ എന്താണ് കീമോ റിസപ്റ്റർ? കീമോ എന്ന് വെച്ചാൽ കെമിക്കൽ. സോ നമ്മുടെ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയോ ഓക്സിജൻ കുറയോ ചെയ്താൽ ഇവിടുന്ന് ഈ റിസപ്റ്റർ നമ്മുടെ ബ്ലഡ് വെസൽ, 2 ബ്ലഡ് വെസൽ ഉണ്ട്, അയോട്ടയും കരോട്ടിഡ് ആർട്ടറിയും. ഈ ബ്ലഡ് വെസലിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലോട്ട് സിഗ്നൽസ് പോകും. സോ ഓക്സിജൻ കുറഞ്ഞാൽ അത് ഓക്സിജൻ കൂട്ടാനുള്ള ഇൻസ്പിറേറ്ററി റിസർച്ച് സെന്ററായ വെൻട്രൽ റെസ്പിറേറ്ററി സെന്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാലും റെസ്പിറേഷൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മെഡുലറി സെന്ററിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ കീമോ റിസപ്റ്റർ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ BMR? സോ ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ദ, എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇടയ്ക്ക് സ്ക്രീൻ ഷെയർ പോയായിരുന്നു, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. സോ എന്താണ് BMR? ബേസൽ മെറ്റബോളിക് റേറ്റ്. സോ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വെച്ചാൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ദ ബോഡി ടു മെയിൻറ്റെയിൻ ലൈഫ് അറ്റ് എ കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ റെസ്റ്റ് ഇൻ പോസ്റ്റ് അബ്സോർപ്റ്റീവ് സ്റ്റേറ്റ്. നമ്മുടെ ബോഡിയിൽ ഒരു മിനിമം എനർജി റിക്വയർമെന്റ്, നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മിനിമം എനർജി റിക്വയർമെന്റിന്റെ പേരാണ് BMR ഓർ ബേസൽ മെറ്റബോളിക് റേറ്റ്. ആൻഡ് സെവറൽ ഫങ്ഷൻ വിത്തിൻ ദ ബോഡി ഒക്കേഴ്സ് അറ്റ് ഒരു ബേസൽ ആയിട്ടുള്ള നോർമൽ അല്ലെങ്കിൽ ബേസ് ലെവൽ മെറ്റബോളിക് റേറ്റിൽ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ഓർഗൻ ഫങ്ഷൻ, എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യും. സോ ഹാർട്ട് ആൻഡ് അതർ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യും, നെർവ് എല്ലാം ഇമ്പൾസ് കണ്ടക്ട് ചെയ്യും, നമ്മുടെ യൂറിൻ, റീനൽ ട്യൂബ്യൂൾ, കിഡ്നിയുടെ ട്യൂബിളിൽ നിന്നൊക്കെ യൂറിൻ അബ്സോർബ് ചെയ്യും, GI മോട്ടിലിറ്റി, നമുക്ക് പെരിസ്റ്റാൾസിസ്, നമ്മൾ കഴിക്കുന്നതൊക്കെ ദഹിക്കും, അയൺ ട്രാൻസ്പോർട്ട് അക്രോസ് മെംബ്രെയിൻ. സോ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി. സോ ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കും നമ്മുടെ ബോഡിയിൽ. ഇനി ഇതിനെ എന്തൊക്കെ അഫക്ട് ചെയ്യും? സോ നമ്മുടെ ബോഡിയുടെ സർഫസ് ഏരിയ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BMR. പിന്നെ മെയിലിന് BMR കൂടുതലായിരിക്കും. പിന്നെ ഇൻഫന്റ് BMR കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ എക്സസൈസ് ഒക്കെ കൂടിയ നമ്മുടെ കഴിക്കുന്ന ഫുഡ് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫിസിക്കൽ ആക്ടിവിറ്റി. ദെൻ ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺ BMR കൂട്ടും. പിന്നെയുള്ള ഹോർമോണാണ് എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ. ഇതെല്ലാം അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. ദെൻ സെക്സ് ഹോർമോൺ എല്ലാം BMR കൂട്ടും. ഇനി നോർമൽ ഇത് BMRും BMIയും ഡിഫറെന്റ് ആണ്. BMI എന്ന് വെച്ചാൽ ബേസൽ മാസ് ഇൻഡെക്സ്, അത് നമ്മുടെ തടി, നമ്മുടെ ഒബിസിറ്റി കണക്കാക്കുന്നത്. ഇത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കണക്കാക്കുന്നത്. നമ്മുടെ സോ BMR എന്ന് വെച്ചാൽ എന്താ? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ദ ബോഡി ടു മെയിൻറ്റെയിൻ ദ ലൈഫ്. BMI എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റും നമ്മുടെ വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ. അത് ഒബിസിറ്റി, നമ്മുടെ വണ്ണം എത്രയാണെന്ന് കണക്കാക്കാനുള്ള. ഇത് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഇനി നോർമൽ വാല്യൂ അഡൽട്ടില് 1600 കലോറി പെർ ഡേ വേണം. അഡൽട്ട് മെയിലില്, അഡൽട്ട് ഫീമെയില് 1400 കലോറി പെർ ഡേ വേണം. ഇനി നമുക്ക് BMR അറിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സോ BMR is important to calculate the caloric energy requirement of an individual and planning the diet. പിന്നെ നമ്മുടെ തൈറോയിഡ് ഫങ്ഷൻ, ഹൈപ്പോതൈറോയിഡിസത്തിൽ തൈറോയിഡിന്റെ ഫങ്ഷൻ കുറയുകയാണെങ്കിൽ BMR കുറയും, തൈറോയിഡിന്റെ ഫങ്ഷൻ കൂടുകയാണെങ്കിൽ BMR കൂടും. ഇനി നമുക്ക് എപ്പോഴാണ് BMR കുറയുന്നത്? BMR is normal, below normal in starvation, under nutrition and അഡിസൺസ് ഡിസീസ്. ഒരു അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഡിസീസ് ആണ് അഡിസൺ ഡിസീസ്.
പിന്നെ BMR is above than normal ഫീവറില്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസും മെലിറ്റസും രണ്ടാണ്. ഇത് ADHന്റെ ഇൻസഫിഷ്യൻസി. പിന്നെ ക്യാൻസർ, ബ്ലഡ് ക്യാൻസറിനും RBC കൂടുതലൊക്കെ ഉള്ള കണ്ടീഷനിൽ BMR കൂടുതലായിരിക്കും. സോ അതാണ് BMR. ഇനി ഒരു പോർഷനും കൂടെയുള്ള ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. സോ എന്താണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ? When the lungs stop functioning or sudden stoppage of breathing. നമ്മുടെ ലങ്സ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാത്തപ്പോഴുള്ള കണ്ടീഷനാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വേണ്ടുന്ന കണ്ടീഷൻ. ഏതൊക്കെ കണ്ടീഷനിലാണ്? ഡ്രൗണിങ്, പെട്ടെന്ന് നമ്മൾ ഡ്രൗൺ, വെള്ളത്തിൽ പോകും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്, ഇലക്ട്രിക്കേഷൻ, അനസ്തീഷ്യ, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, പോളിയോമൈലൈറ്റിസ്, മസിലിന്റെ മൈസ്തേനിയ ഗ്രേവിസ്, ഈ തൈറോയിഡ് ഒക്കെ കൂടുന്ന കണ്ടീഷൻ, പിന്നെ ചില ഡ്രഗ്സിൽ. ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വേണം. സോ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ 2 ടൈപ്പ് ഉണ്ട്, മാനുവലും മെക്കാനിക്കലും. മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ കൊടുക്കുന്ന, മൗത്ത് ടു മൗത്ത്. സോ ഇതാണ് മാനുവൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. സോ അപ്പൊ എന്ത് ചെയ്യും? പുട്ട് ദ പേഷ്യന്റ് ഇൻ എ സുപ്പൈൻ പൊസിഷൻ. എന്താണ് സുപ്പൈൻ പൊസിഷൻ? സുപ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആളെ കിടത്തി അവരുടെ ഫേസ് നമ്മൾ സാധാരണ മലർന്നു കിടന്ന് മുഖം മുകളിലോട്ട്, നമ്മുടെ ബട്ടക്സ് താഴോട്ട്, ആ പൊസിഷനാണ് സുപ്പൈൻ പൊസിഷൻ. പിന്നെ എയർവേ ഒക്കെ ക്ലിയർ ചെയ്ത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിനകത്തോ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത്, കഴുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത്, നോസ്ട്രില്, മൂക്കിന്റെ നോസ്ട്രില് ഹോൾ അടച്ച്, പിന്നെ മൗത്ത് ടു മൗത്ത്, അപ്ലൈ യുവർ മൗത്ത് ടു ദ പേഴ്സൺ ആൻഡ് എക്സ്ഹെയിൽ. ഇൻഹെയിൽ അല്ല, എക്സ്ഹെയിൽ ഫോഴ്സ്ഫുള്ളി. ആൻഡ് ലുക്ക് ഫോർ ദ ചെസ്റ്റ് എക്സ്പാൻഷൻ ആൻഡ് ABD എന്ന് വെച്ചാൽ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. എന്നിട്ട് റിപ്പീറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 10 to 15 minutes. സോ അതാണ് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുന്നത്. സോ മാനുവൽ. ഇനി നമ്മള് മെക്കാനിക്കൽ ആയിട്ടുള്ളതാണ്, നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നതാണ് വെന്റിലേറ്റർ. സോ അതിൽ എൻഡോട്രക്കിയൽ ട്യൂബ്, അത് നമ്മൾ ട്രക്കിയയിലോട്ട് പോകും, നെയ്സോ ഗ്യാസ്ട്രിക്, മൂക്കിൽ നിന്ന് വയറിലോട്ട് ഗ്യാസ്ട്രിക്കിലോട്ട് പോകും. അങ്ങനെ മെക്കാനിക്കൽ വെന്റിലേറ്ററിലൂടെ സപ്ലൈ ചെയ്യുന്നതാണ് മെക്കാനിക്കൽ റെസ്പിറേഷൻ.